പലപ്പോഴും നാടുകളിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. കൊലയാളി അവൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അതല്ലെങ്കിൽ അവൻ്റെ നിയമസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പഴുതിലൂടെ രക്ഷപ്പെടുന്നു. അതേസമയത്ത് കൊല്ലപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടുന്നുമില്ല. റിയാസ് മുലിയുടെ കൊലപാതകം തന്നെ എടുക്കാം. ആ കൊല്ലപ്പെട്ട ഒരു പള്ളിയിൽ രാത്രി കിടന്നുറങ്ങുന്നൊരു വ്യക്തിയെ അയാളേതായാലും സ്വന്തം മരിച്ചതല്ലല്ലോ, അയാളെ കൊന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യത്തിൽ പോലും ഒരാൾ കൊന്ന അല്ല രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് പോലും ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച അതല്ലെങ്കിൽ ഏതെങ്കിലും വിധി കേൾക്കുമ്പോഴേക്ക് ഞങ്ങളൊക്കെ പല വിധികളും പഠിച്ചിട്ടുണ്ട്, നിയമങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ എന്തല്ല ഇസ്ലാമിൻ്റെ നിയമത്തെ പറ്റി പഠിച്ചിട്ടില്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ പല ആളുകളും ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വന്ന ആ സന്ദർഭം മുതൽ പ്രവാചകനെ വിമർശിക്കാനും ഇസ്ലാമിനെ തള്ളിപ്പറയാനും ഇസ്ലാമിലെ നിയമങ്ങൾ ശരിയല്ല എന്ന് പറയാനും പ്രായോഗികമല്ല എന്ന് പറയാനും ഒക്കെ ആളുകൾ ശ്രമിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ആ ചരിത്രം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് ഇന്നോളം ഈ കാലഘട്ടം വരെ അത് നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആരോപണമാണ് സൗദി അറേബ്യയിൽ മലയാളിയായ നമ്മുടെ ഒരു സഹോദരന് വധശിക്ഷ വിധിച്ചതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. ആ സഹോദരന് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അദ്ദേഹത്തിന് അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകത്തിന് വധശിക്ഷ നൽകുക വഴി ഇസ്ലാം പ്രാകൃതമായ നിയമമാണ് കാണിക്കുന്നത്, ഇസ്ലാമിലെ ശിക്ഷാവിധി കാടത്തമാണ് എന്നതൊക്കെയാണ് ആളുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. യഥാർത്ഥത്തിൽ പ്രൂഫ് പോയിന്റിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ മാലിക് സലഫിയുണ്ട്, അതേപോലെ തന്നെ മൂസ സ്വലാഹിയുണ്ട്. വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത് ചോദിക്കുന്നത് ബഹുമാന്യനായ മാലിക് സലഫിയോടാണ്. ആളുകൾ ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങൾ, ഇസ്ലാമിലെ ശിക്ഷാവിധികൾ കാടത്തമാണ്, നീതിയില്ലാത്തതാണ്, എന്താണ് നമുക്കതിന് പ്രതികരിക്കാനുള്ളത്? ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ട്. അതിലൊന്നാമത്തത് ഇസ്ലാമിക ശരീഅത്ത് എന്നുള്ളത് അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു നിയമമാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഏത് നിയമങ്ങൾ എടുത്തു പരിശോധിച്ചാലും അത് വ്യക്തിപരമാണെങ്കിലും കുടുംബപരമാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും എല്ലാ നിയമങ്ങളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉള്ളതാണ് എന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകത. അഥവാ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലോ ചിന്തയിലോ അതല്ലെങ്കിൽ കൂടിയാലോചനയിലൂടെയോ ഉണ്ടായ നിയമങ്ങളല്ല ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കാൻ ഇസ്ലാമിക ശരീഅത്തിലെ ഇന്ന നിയമം ശരിയല്ല, ഇന്ന നിയമം പിന്നെ മാനുഷിക വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇന്ന നിയമം കാലത്തിന് യോജിച്ചതല്ല എന്ന് തെളിവ് സഹിതം അതല്ലെങ്കിൽ കാര്യകാരണ സഹിതം പറയാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. കാരണം ഇസ്ലാമിക ശരീഅത്തിൻ്റെ മൊത്തം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ് അതിൽ ഇസ്ലാമിക ശരീഅത്ത് ആവശ്യപ്പെടുന്നത്. ഈ 5 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് മനുഷ്യൻ്റെ ജീവനാണ്. കാരണം ജീവൻ നിലനിൽക്കണം എന്നുള്ള മനുഷ്യൻ്റെ ആവശ്യമാണ്. അവൻ്റെ മതം, അവൻ്റെ ധനം, അവൻ്റെ കുടുംബം, അവൻ്റെ ബുദ്ധി, ഈ 5 കാര്യങ്ങൾ ആണ്. ഈ 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത്. ഈ 5 കാര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തിലുള്ളത്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിനെ വളർത്തുന്ന, ഇതിന് പ്രേരണ നൽകുന്ന, ഇതിനെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. ഇവിടെ കൊലപാതകവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വിലയുള്ളത്. അപ്പോൾ ജീവൻ ഹനിക്കുക എന്നുള്ളത് വളരെ വലിയ കുറ്റമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവൻ അത് ഇസ്ലാം പറഞ്ഞ രൂപത്തിലല്ലാതെ, അഥവാ ഒന്ന് ഇജ്തിഹാദിലൂടെയോ അതല്ലെങ്കിൽ മറ്റു ഖിസാസുകളിലൂടെയൊക്കെ അതല്ലാത്ത അന്യായമായിക്കൊണ്ട് ജീവൻ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമായിട്ട് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ശിക്ഷ ദുനിയാവിൽ തന്നെ, ഖിസാസ് തന്നെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് മാഇദയിലെ
45-ാമത്തെ ആയത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. പല്ലിന് പല്ല്, അതുപോലെ തന്നെ നഫ്സിന് നഫ്സ്, കണ്ണിന് കണ്ണിന്, മൂക്ക് മൂക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ശിക്ഷാ നിയമം ഇസ്ലാമിക ശരീഅത്തിൽ വെച്ചത്? അതിന് കൃത്യമായ ഉത്തരമുണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ അല്ലാഹ് പറയുന്നു, നിങ്ങൾക്കതിൽ ജീവിതമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ അന്യായമായി കൊന്നിട്ടുണ്ടെങ്കിൽ, വധിച്ചിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യനും കൊല്ലപ്പെടേണ്ടവനാണ് എന്നൊരു ചിന്തയുണ്ടാകുമ്പോൾ, എൻ്റെ ജീവിതവും അപകടത്തിൽപ്പെടും എന്നൊരു മനുഷ്യന് പൂർണ്ണമായ ബോധ്യമുണ്ടാകുമ്പോൾ, അയാൾ ഒരിക്കലും ഒരു മനുഷ്യനെ അന്യായമായിക്കൊണ്ട് വധിക്കാൻ തയ്യാറാവുകയില്ല. പലപ്പോഴും നാടുകളിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. കൊലയാളി അവൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, അതല്ലെങ്കിൽ അവൻ്റെ നിയമസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പഴുതിലൂടെ രക്ഷപ്പെടുന്നു. അതേസമയത്ത് കൊല്ലപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടുന്നുമില്ല. ഇത് കൊലപാതകങ്ങൾ വർദ്ധിക്കാൻ പലപ്പോഴും കാരണമാണ്. ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രസ്തുത കേസിൽ, സഹോദരൻ്റെ കേസിൽ നിരപരാധിയായൊരു മനുഷ്യനെ വെറുതെ കൊലക്കുറ്റത്തിന് വിധിച്ചു. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകളാണ് അങ്ങനെ സംസാരിക്കുക. ഈ പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലും വരുന്ന കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ കേസിന് വിലയിരുത്താൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം 3 രീതിയിൽ കൊലപാതകങ്ങൾ ഉണ്ടാകാം. ഒന്ന്, മനഃപൂർവ്വം ഒരാളെ കൊല്ലുക. രണ്ടാമത്തത്, അയാൾ മനഃപൂർവ്വമല്ല, പക്ഷെ മനഃപൂർവ്വത്തോട് സാദൃശ്യമുണ്ട്. അപ്പോൾ അയാൾ വടി കൊണ്ടടിച്ചു, അല്ലെങ്കിൽ ചെറിയ സാധനങ്ങൾ കണ്ടടിച്ചു, പക്ഷേ ആ അടി മർമ്മത്തിൽ കൊണ്ട് അയാൾ മരണപ്പെട്ടു. ഇത് ശിബുൽ അംദ് എന്ന് പറയും. മൂന്നാമത്തത് ഖത്താണ്, അബദ്ധത്തിൽ സംഭവിക്കാം. അയാൾ വേറെ എന്തിനും ജീവനെ ഉദ്ദേശിച്ചതാണ്, പക്ഷേ അയാൾക്കാണ് കൊണ്ടത്, അയാൾ മരണപ്പെട്ടു. ഇവിടെ മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് മാത്രമാണ് ഇസ്ലാമിക ശരീഅത്തിൽ വധശിക്ഷയുള്ളത്. ഈ പറയപ്പെട്ട കേസിൽ, നമ്മുടെ സഹോദരൻ റഹീമിൻ്റെ കേസിൽ യഥാർത്ഥത്തിൽ 3 കോടതികൾ വിധി പ്രഖ്യാപിച്ചതാണ്. കീഴ്ക്കോടതിയും അതുപോലെ തന്നെ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയെല്ലാം. ഈ 3 കോടതികൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ സംഭവിച്ചത് മനഃപൂർവ്വമുള്ളതാണ്. മനഃപൂർവ്വമല്ലാത്ത ഒരു കേസിന് ഒരിക്കലും ഇസ്ലാമിക ശരീഅത്തിൽ വധശിക്ഷ ഉണ്ടാവില്ല. മാത്രമല്ല, വധശിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഫിഖ് പറയുന്നത് യുദ്റഉൽ ഖത്ലു ബി അദ്നാ ശുബഹത്തിനെന്ന്. അത് ഇസ്ലാമിക ശരീഅത്തിൽ ജഡ്ജിയായിട്ടുള്ള ഒരു ജഡ്ജിക്ക്, ശരീഅത്തിൽ കോടതിയിൽ ജഡ്ജിയായിട്ടുള്ള ഒരാൾക്ക് ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെറിയൊരു ശുബഹത്ത് അഥവാ ചെറിയൊരു വളരെ മൈന്യൂട്ടായ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതാണ് ജഡ്ജിമാർ നോക്കുക. എന്ന് പറഞ്ഞാൽ അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാൻ 100% ഒരു കാരണവുമില്ല, അയാളത് 100% അർഹനാണ് എങ്കിൽ മാത്രമേ ഇസ്ലാമിക ശരീഅത്തിൽ നിന്നുള്ള വധശിക്ഷ വിധിക്കപ്പെടുള്ളൂ. ഇനി വധശിക്ഷ വിധിച്ച് പിറ്റേ ദിവസം തന്നെ അവനെ തൂക്കിലേറ്റുന്ന രീതിയും ഇസ്ലാമിലില്ല. നേരെ മറിച്ച് ഇസ്ലാമിക കോടതിയുടെ വലിയൊരു പ്രത്യേകത, അത് ഇസ്ലാമിക ശരീഅത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊരു കൊലപാതകം നടന്നു. ആ കൊലപാതകം കൊല്ലപ്പെട്ടവർ, റിയാസ് മുലിയുടെ കൊലപാതകം തന്നെ എടുക്കാം. ആ കൊല്ലപ്പെട്ട ഒരു പള്ളിയിൽ രാത്രി കിടന്നുറങ്ങുന്നൊരു വ്യക്തിയെ, അയാളേതായാലും സ്വന്തം മരിച്ചതല്ലല്ലോ, അയാളെ കൊന്ന ആളുകൾ ഉണ്ടാവില്ല ഇവിടെ. ആ കൊല്ലപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിക ശരീഅത്തിൽ ഇസ്ലാമിക കോടതി പരിശോധിക്കുന്നത് ഈ നടന്ന കൊലപാതകത്തെ സംബന്ധിച്ച് പഠിക്കുന്നു. എന്നിട്ട് ഇത് മനഃപൂർവ്വമായ കൊലപാതകമാണോ, അതല്ല ഷിബുൽ അംദാണോ, അതല്ല അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നതാണ് ഇസ്ലാമിക ശരീഅത്ത് വിധിക്കുക, കോടതി വിധിക്കുക. മനഃപൂർവ്വമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉള്ള തീരുമാനം എടുക്കേണ്ടത് കോടതിയല്ല, വക്കീലും അവിടുത്തെ വക്കീലന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ ജഡ്ജിമാരല്ല. സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ഇസ്ലാമിക ശരീഅത്തിലെ കോടതിയിലെ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഏറ്റവും അറിവുള്ള ആൾക്കാരെ. നമ്മുടെ നാട്ടിലുള്ള ജഡ്ജിമാരെ പോലെയല്ല, അതായത് ഒരു നിയമം മാത്രം പഠിച്ചവരല്ല. നേരെ മറിച്ച് ഇസ്ലാമിക ശരീഅത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള, മദീനയിലും മക്കയിലുമൊക്കെ ഹറമുകളിൽ ക്ലാസ് എടുക്കുന്ന മഹാപണ്ഡിതന്മാരാണ്. ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമാണ് സൗദിയിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹമായിരുന്നു. അവിടുത്തെ കോടതിയിലെ പരമ
ജഡ്ജി അദ്ദേഹമായിരുന്നു. അപ്പം അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരാണ് ഈ കോടതിയിൽ ജഡ്ജിമാരായിട്ടുണ്ടാകുക. ഇവിടെ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലേക്കാണ് അള്ളാഹ് പിന്നെ നിയമം കൊടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായേൽ കാണാം, വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹക്കായ മാർഗത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് അള്ളാഹു ഹറാമാക്കിയ ഒരു നഫ്സിനെ നിങ്ങൾ വധിച്ചു കളയാൻ പാടില്ല. വമൻ ഖുത്തില മദ്ലൂമൻ, ഇനി ആരെങ്കിലും മദ്ലൂമായിക്കൊണ്ട് വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന, ആ കൊല്ലപ്പെട്ടവൻ്റെ വലിയന്, അത് മക്കളാകാം ഭാര്യയാകാം അടുത്ത കുടുംബക്കാരാകാം, അവന് വലിയൊരു സുൽത്താൻ, പിന്നെ ഓനാണ് സുൽത്താൻ. അതായത് ആ തീരുമാനം. കാരണം ഈ തൻ്റെ പിതാവിനെ കൊന്നവൻ്റെ ജീവൻ നിങ്ങൾ ആലോചിച്ചു, ഇസ്ലാമിക ശരീരത്തിൽ ആരുടെ കയ്യിൽ കൊടുത്തു? വലിയൻ്റെ കയ്യിൽ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, കൊല്ലണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ തീരുമാനം നടപ്പിലാക്കും. അപ്പോൾ ആ ഒരു കുടുംബത്തിനുണ്ടാകുന്നൊരു മാനസികമായൊരു ആശ്വാസമുണ്ട്. അവരാ തീരുമാനിക്കണം. അത് ഇസ്ലാമിക ശരീരത്തിൽ മാത്രമുള്ള ഒരു നിയമമാണ്. കാരണം അതിലൂടെയാണ് ഒരു കുറച്ചെങ്കിലും നീതി, പൂർണ്ണമായ നീതി ഏതായാലും ദുനിയാവിൽ ഒരിക്കലും സാധ്യമല്ല. അതിന് ഇസ്ലാമിക ശരീരത്താണെങ്കിൽ പോലും പൂർണ്ണമായ നീതി, അതായത് മനുഷ്യന് സാധ്യമായ നീതി അവിടെ സാധ്യമുള്ളൂ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലം പരലോകത്താണ് സംഭവിക്കുക. മനുഷ്യന് ഭൂമിയിൽ ഒരു സാധ്യമായ നീതി ഇസ്ലാമിക ശരീരത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. തന്നെ പല കേസിലും കുടുംബങ്ങൾ പറയാം ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല, തെളിവ് റെഡിയാണ്, സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നീതി കിട്ടിയ വിലപിക്കുന്ന എത്ര കുടുംബങ്ങൾ. മാത്രമല്ല കൊലപാതക കേസിൽ ഇപ്പോൾ മഞ്ചേരിയിലുള്ള ഒരു കുട്ടിയെ കൊന്നതിന്റെ പേരിൽ ആ ജാമ്യത്തിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് തോന്നുന്നു കൃഷ്ണപ്രിയ. അതെ, ആ പിതാവ് വെടിവെച്ചു. ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കാരണം അയാളാണ് പിന്നീട് തീരുമാനിക്കുന്നത് ഇയാൾ എന്ത് ചെയ്യണമെന്നത് ആ പിതാവിന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. ഇനി ഒരു ഇസ്ലാമിക ശരീരത്തിൽ ഉള്ളൊരു മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ഇസ്ലാമിക ശരീരത്തിനെ വിമർശിക്കുന്നതൊന്നും പഠിക്കണില്ല. ഏതെങ്കിലും ആളുകൾ ഇസ്ലാമിൻ്റെ വിമർശിക്കാൻ വേണ്ടി ഏതെങ്കിലും ചാനലുകളിലോ റൂമിലോ ഒരു ക്യാമറക്ക് മുമ്പിൽ വന്നിരുന്ന് എന്തെങ്കിലും വിളമ്പുമ്പോഴേക്ക് പലപ്പോഴും മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും തെറ്റിദ്ധരിച്ചു പോകാൻ. ഇവിടെ ഈ ഒരു കോടതി ഒരാളെ കൊലക്കുറ്റത്തിന് വിധിച്ചു കഴിഞ്ഞാൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ 3 കാര്യങ്ങൾ: ഒന്നുകിൽ അയാൾക്ക് ഖിസാസ് നടപ്പിലാക്കാം, അതല്ലെങ്കിൽ അയാൾക്ക് ദിയത്ത് കൊടുക്കാം, ബ്ലഡ് മണി കൊടുക്കാം, അതല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിന് മാപ്പ് കൊടുക്കാം. ഇതൊന്നും ലോകത്ത് വേറൊരു നിയമത്തിലില്ല, ഇന്ത്യ രാജ്യത്തിൽ ലോകത്ത് എവിടെ ഇല്ല. ഇതൊന്നും ആരും പറയുന്നില്ല. ആകെ വധശിക്ഷ വിധിച്ചു മാത്രമാണ്. ഇവിടെ ഈ ദിയ എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ എന്തുള്ളൂ, ഇസ്ലാമിൽ മാത്രമുള്ള ഒരു നിയമമാണ്. അപ്പം അവിടെയാണ് ഈ 34 കോടിയോടൊക്കെ ഈ കേസ് അങ്ങനെയാണ് വരുന്നത്. അതല്ലാതെ ഈ ഒരാളെ പീഡിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ അങ്ങനെയുള്ള ഒരു രീതിയാണ്. അവിടെ ഇപ്പോൾ ആളുകൾ പറയുന്നത് ഒരു വലിയ സംഖ്യ ആവശ്യപ്പെട്ടു, 34 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാകും. 34 കോടി സ്വാഭാവികം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സംഖ്യയാണ്. യഥാർത്ഥത്തിൽ അതൊരു ആരോപണം തന്നെയാണ്. ഈ 34 കോടി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ആവശ്യപ്പെട്ടത്, അവരവരുടെ നാട്ടിൽ ആവശ്യപ്പെട്ടത് 1.5 കോടി റിയാലാണ്. ഈ 34 കോടി എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ രൂപ മൂല്യം കുറവായതുകൊണ്ട് നമുക്കത് വലിയ സംഖ്യയായി തോന്നുന്നു. ഈ ഇന്ത്യയേക്കാൾ മൂല്യം കുറവായ നാണയമുള്ള രാജ്യങ്ങൾക്കാണെങ്കിൽ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, മറ്റു രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ സംഖ്യ കൂടും. അപ്പം നമ്മൾ കോടിയുടെ എണ്ണം പറയേണ്ട ആവശ്യമില്ല. അതൊന്ന്. ഇനി രണ്ടാമത് എന്താ വെച്ചാൽ, ഇവിടെ ഒരു കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിയ വാങ്ങി രക്ഷപ്പെടുത്തും. പക്ഷേ റസൂൽ ഇസ്ലാമിലൊരു ദിയ എന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ ഹദീസിൽ കാണാം, മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ദുഫിഅ ഇലാ ഔലിയഹിൽ മഖ്തൂൽ. ഹദീസിൽ ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. ഒരാളൊരു മുഅ്മിനെ മനഃപൂർവ്വം കൊന്നാൽ അവൻ്റെ ഔലിയാക്കന്മാരിലേക്കാണ് മഖ്തൂലിൻ്റെ കാര്യം തീരുമാനിക്കുക. ഫഇൻ ഷാഉ ഖതലു, അവർ ഉദ്ദേശിച്ചാൽ അവനെ കൊന്നുകളയാം. ഇനി വഇൻ ഷാഉ അഖദു ദിയ, അവർ ഉദ്ദേശിക്കാൻ ദിയ എടുക്കാം. അത് സലാസൂന് ഹെക്ക എന്ന് പറഞ്ഞാൽ 3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സിലേക്ക് കയറിയ ഒട്ടകം 30 എണ്ണം. പിന്നെ സലാസൂൻ അജുദ, 4 വയസ്സ് കഴിഞ്ഞ് 5 വയസ്സിലേക്ക് കയറിയ 30 ഒട്ടകം. അർബൂൻ ഹൽഫ, 40ഓളം ഈ ഗർഭിണികളായ ഒട്ടകം. ഇങ്ങനെ 100 ഒട്ടകങ്ങൾ. എന്നിട്ട് പ്രവാചകൻ വീണ്ടും ഒമാ സാലഹു അലൈഹി, ഇനി അതല്ല ദിയക്ക് പുറത്ത്, ഇത് ഇവിടെ തീരുമാനമാണല്ലോ, ഇനി അതിൻ്റെ പുറത്ത് സുൽഹയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 100 ഒട്ടകം കൊടുത്താലും സംതൃപ്തരാണെങ്കിൽ നിങ്ങൾ കൊല്ലാൻ തന്നെ ഞങ്ങൾ തീരുമാനം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു സുൽഹിനെ അപേക്ഷിക്കാം. അപ്പോൾ ഫഹുവ ലഹും,
തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എത്രയും ആകാം. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ എത്ര മില്യണുമാണെങ്കിൽ ചോദിക്കാം. അതായത് അതിനൊരു ഹദ്ദൊന്നും ശരിയത്ത് ഈ സുൽഹി നിലക്കാണ് അവകാശമാണ് സംബന്ധിച്ചിടത്തോളം കൊല്ലപ്പെടാം. അപ്പോൾ ഈ 34 കോടി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ദിയത്തല്ല, ഒരു സുൽഹി എന്നുള്ള നിലയിലാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ സുൽഹ് നിലയിൽ ആവശ്യപ്പെട്ടു. കാരണം അവരുടെ സ്വന്തം മകന് അത്രയും ഒരു വില അവർ കൽപ്പിക്കുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളിക്ക് 34 കോടി കൊടുക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ അപ്പം അതേ ഒരു വേദന ആ സ്വന്തം മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കുണ്ടാകുമെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 34 കോടി പറഞ്ഞ ശരീരത്തിനെ നമ്മൾ ഒരിക്കലും ഇതാക്കേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ 1.5 കോടിയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിനൊക്കെ അവകാശമുണ്ട്, അത് ചോദിക്കാൻ അവർക്ക് ഹദീസിൽ വന്ന കാര്യമാണ്. മുസലായി, ഇപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു, പ്രാകൃതമല്ല, നീതിയുള്ളതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ എന്തൊരു പ്രശ്നം വന്നാലും ഇസ്ലാമിൻ്റെ ശരീഅത്തിനെതിരെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, എപ്പോഴും തിരിയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ എവിടെ നമ്മൾ കാണുന്നതാണ്. ഏത് വിവാദങ്ങൾ ഉണ്ടായാലും ഇസ്ലാമിൻ്റെ ശരീഅത്തുകളെയാണ് ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് വല്ല വസ്തുതയുണ്ടോ? ഇസ്ലാമിൻ്റെ ശരീഅത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഈ ചോദിക്കപ്പെട്ട പോലെ തന്നെ എന്ത് പ്രശ്നം വന്നാലും ആദ്യം ശരീഅത്ത് എന്നുള്ള വാക്കാണ് മുന്നിക്ക് വരിക. അപ്പോൾ ശരിക്ക് ശരീഅത്ത് എന്നുള്ളത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കപ്പെട്ടൊരു നിയമസംഹിതയാണ്. അതിൽ സൃഷ്ടികളായ ആർക്കും ഇടപെട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു സംഗതിയല്ല. പിന്നെ അതുമല്ല, ഇത് ശരീഅത്ത് എന്നുള്ള ഒരു നിയമ സംഹിത ആയതുകൊണ്ട് തന്നെ അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, അതിന് കീഴ്പ്പെടണം. അത് നടപ്പിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നടപ്പിലാക്കി ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിനെതിരെ എന്തെങ്കിലും പറയുക, ശരീഅത്തിനെ പ്രതിക്കൂട്ടിലാക്കുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, ചോദ്യം ചെയ്യുക, ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് കുട നിവർത്തി കൊടുക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അതിന് ഓശാന പാടിക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു വിവേകമുള്ള വിശ്വാസിയിൽ നിന്ന് വരാൻ പാടില്ല. ഇപ്പോൾ ഖുർആൻ ശരീഅത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ 2 കാര്യവും വേർതിരിച്ച് പറഞ്ഞു. അതായത് ശരീഅത്തിനെ നമ്മൾ എങ്ങനെ കാണണമെന്നും എന്നാൽ അതിൻ്റെ വിപരീതമായി കാണുന്ന ആളുകളുടെ കാരണം എന്താണെന്നുള്ളത് ഒറ്റ ആയത്തിൽ തന്നെ പറഞ്ഞു. സുമ്മ ജഅൽനാക അലാ ശരീഅത്തി മിനൽ അംർ, പ്രവാചകരെ നാം നിങ്ങളെ ഒരു സുരക്ഷിതമായ നിയമത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരീഅത്തിനുള്ള സംഗതി. പിന്നെ അതുമല്ല ഫത്തബിഅ, അതിനെ നിങ്ങൾ അനുധാവനം ചെയ്യണം. എന്നിട്ട് പറഞ്ഞു വലാ തത്തബി അഹ്വാഹല്ലദീന ലാ യഅലമൂൻ, ഇതിനെപ്പറ്റി ഒരു ബോധമല്ല, ഒരു അറിവില്ലാത്ത ആളുകൾ, അവർക്ക് തോന്നിയത് ഇങ്ങനെ തന്നിഷ്ടങ്ങൾ, അവരെ ദേഹേച്ഛകൾ, അവരെ വിരോധം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ ഉണ്ടാവൂലേ, എന്തുകൊണ്ട് അങ്ങനെയായി, ഇത്തരം അവസ്ഥയിലേക്ക് വരരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൻ്റെ കാര്യം നമ്മളെ വ്യക്തമായി എന്താക്കിയിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഈ ലാ യഅലമൂന എന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ വഹും കുല്ലുമൻ ഖാലഫ ശരീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന് എതിരായി നിൽക്കുന്നവരെ എന്ത് ചെയ്യുള്ളൂ, ഈ സ്വഭാവത്തിൽ രംഗത്ത് വരുള്ളൂ. അപ്പം അതന്നെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ പത്രങ്ങളിലൂടെ വലിയ അക്ഷരത്തിൽ വാർത്തകൾ എഴുതി വിടുന്ന ആളുകൾ, അവരിപ്പോൾ എന്തല്ല ശരീഅത്തിനെ പറ്റി പൂർണ്ണ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ ഒന്നുമല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധി കേൾക്കുമ്പോഴേക്ക് ഞങ്ങളൊക്കെ പല വിധികളും പഠിച്ചിട്ടുണ്ട്, നിയമങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ എന്തല്ല, ഇസ്ലാമിൻ്റെ നിയമത്തെ പറ്റി പഠിച്ചിട്ടില്ല. അതേപോലെ വാർത്തകളിലാകട്ടെ ഈ മറ്റ് സംവിധാനങ്ങൾ, യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, അവർക്കൊക്കെ താല്പര്യങ്ങൾ വേറെയാണ്. അപ്പോൾ അതിലൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പോയത് ഇത് ഒരു മോശം, ഇതൊരു എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ സമൂഹത്തോട് പറയാൻ, ഇത് മുസ്ലിങ്ങൾക്ക് മാനക്കേടല്ലേ, ഇസ്ലാമിനെ പറയിപ്പിക്കലല്ലേ. ഇസ്ലാം പറഞ്ഞൊരു നിയമത്തെ പ്രാവർത്തികമാക്കുമ്പോഴുള്ള ചോദ്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപകടത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഇനി അതല്ല, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത്, നമ്മളെ ഇത് ശരിക്കും വിശ്വാസികളുടെ മനസ്സിൽ തറച്ച് കിടക്കേണ്ട വാക്കാണത്. അതായത് ഫ കിതാബുഹു അഫ്ദൽ കുതുബ്, ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്കുള്ള സൂചനകളും അതേപോലെ നിർദ്ദേശങ്ങളൊക്കെ തന്നത് അള്ളാൻ്റെ ഗ്രന്ഥമാണ്. അത് വളരെ അഫ്ദലാണ്, ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അഫ്ദലാണ്. വശറഉഹു അഫ്ദലു ഷറായ, ലോകത്ത് എത്ര പ്രവാചകന്മാരിലൂടെ എത്ര നിയമങ്ങൾ വന്നിട്ടുണ്ട്, ഷറാഅലക്കും എന്നിട്ട് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതിലൊക്കെ ഏറ്റവും മുന്തിയ ശരീഅത്ത് ഏതാണ്? അവസാന ഉമ്മത്തിൻ്റെ ശരീഅത്താണ്. അത് കഴിഞ്ഞിട്ട് കാണാം വമിൻഹാജുഹു അഫ്ദലുൽ മനാഹി, അത് കൊണ്ട് നടക്കേണ്ട രീതി ഏറ്റവും അഫ്ദലായതാണ്. ഉമ്മത്തുഹു ഖൈറുൽ ഉമ്മം,
ഇതിന് കീഴ്പ്പെടേണ്ട അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളേണ്ട ഉമ്മത്ത് ആരതാണ്? ഖൈറു ഉമ്മത്താണ്. ഇങ്ങനെയൊക്കെ എന്തായിട്ടുണ്ട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ശരീഅത്തിനെ പറ്റി പറഞ്ഞു. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് പിന്നെ ഈ ശരീഅത്ത് എന്നത് ഇത് ഏറ്റവും വലിയ മർത്തബയിൽ നിൽക്കുന്നൊരു സംഗതിയാണ്. നമുക്കിങ്ങനെ തട്ടിക്കളിക്കാനും എടുത്തെറിയാനും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ളൊരു വസ്തുവല്ലത്. വളരെ ഉന്നതമായ സ്ഥാനത്താണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനം എന്നത് മനുഷ്യൻ്റെ മആശിനും മആദിനും, അതായത് അവൻ്റെ ജീവിതത്തിനും അവൻ്റെ മടക്കത്തിനും ദുന്യാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന അടിസ്ഥാന വിധികളാണ് ശരീഅത്ത്. വഹിയ അദ്ലു, ഇത് മുഴുവൻ നീതിയാണ്. നീതി അല്ലാത്ത ഒന്നും ശരീഅത്തിലില്ല. അതുപോലെ റഹ്മത്താണ്. അതേപോലെ ഇതിന് ഹിക്മത്ത്, ഒരു വലിയ ഹിക്മത്ത് ഇതിനുണ്ട്. അതിപ്പോൾ നമ്മൾ തപ്പിയാൽ കിട്ടൂല. പക്ഷേ അതിൻ്റെ ഹിക്മത്ത് കണ്ടെത്താനുള്ള കഴിവ് ആർക്കാണ്? ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർക്കാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, മാരിസൽവിയോടെ പറഞ്ഞത് ഈ പിന്നെ കോടതികളിലൊക്കെ ഇരിക്കുന്നവർ ഇവിടെ നമ്മൾ കാണുന്ന പിന്നെ കോടതി കൈകാര്യം ചെയ്യുന്ന ആളുകളെ പോലത്തൊന്നും അല്ല. കാരണം അവർ ശരിക്ക് പ്രതിനിധാനം ചെയ്യുന്ന കാര്യം എന്താണോ അതിനെ നന്നായി പഠിച്ച് അതിൻ്റെ അടിസ്ഥാനങ്ങളും മറ്റുമൊക്കെ പഠിച്ച് ഇത് കൈകാര്യം ചെയ്യാതിരിക്കുന്ന ആളുകൾ. ഒരു കേസ് വന്നാൽ ആ കേസിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ അവർക്കറിയാം, ഹദീസുകൾ അവർക്കറിയാം, ചർച്ചകൾ അവർക്കറിയാം. ആ നിലക്കാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഈ നിലപാടിൽ നിന്ന് ഒരാൾ പോയാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൽ ശരീഅത്ത് നീതിയാണല്ലോ, ആ നീതി വിട്ടുപോയാൽ അയാൾ അനീതിയിലേക്ക് പോകും. അവിടെ ഇലൽ ജൂർ തന്നെ ജൗർ, അനീതിയിലേക്ക് പോകും. അതേപോലെ റഹ്മത്താണ് എന്ന് മനസ്സിലാക്കാതെ കളിച്ചാൽ അതിൻ്റെ ലിദ്ദിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് റഹ്മത്തിന് പകരം അത് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് അത് മാറും. അതേപോലെ മസ്ലഹത്തിൽ നിന്ന് പോയ മഫ്സദത്തിലേക്ക് പോകും. ഇങ്ങനെ ഓരോ കാര്യം. പിന്നെ അദ്ദേഹം പറയുകയാണ് ഇതിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടല്ലാതെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിൻ്റെ ഹിക്മത്തിനെ പരിഹസിക്കാൻ പറ്റൂല, നേരിട്ട് കഴിയൂല. എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഒപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ പല ചോദ്യം കേട്ടാൽ അങ്ങനെയാണ് എന്ത് ചെയ്യുക. പിന്നെ അതുമല്ല, ഇത് ഉൾക്കാഴ്ചയുള്ളവർക്ക് നൂറാണ്, അതേപോലെ നേർമാർഗം പ്രാപിച്ചവർക്ക് ഇത് ഹിദായത്താണ്. പിന്നെ അദ്ദേഹം പറഞ്ഞാൽ ഒരു പിന്നെ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനതയെ മാറ്റാനുള്ള ഒരു ദവാ, ഒരു മരുന്ന് കൂടിയാണിത് ഇസ്ലാമിൻ്റെ ശരീഅത്ത് എന്നത്. ശേഷം അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യത്തിൽ ശരീഅത്ത് അല്ലത്തി ബഅസല്ലാഹു ബിഹാ റസൂലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ച ഈ ശരീഅത്ത് അത് ലോകത്തിൻ്റെ ആമൂദാണ്. ലോകത്തിന് തന്നെ ആശ്രയിക്കാൻ പറ്റുന്ന അതാണ്. ഇപ്പോൾ ചില കാര്യമൊക്കെ പറയുമ്പോൾ പിന്നെ എന്തു ചെയ്യും, ആ നിയമം വന്നെങ്കിൽ, ആ നിയമം ഉണ്ടായെങ്കിൽ ആളുകൾ ആഗ്രഹിക്കണം. എന്താ വെച്ചാൽ ആ ശിക്ഷക്ക് എന്താണോ കിട്ടേണ്ടത് അതവിടെ കിട്ടുകയാണ്. അപ്പോൾ അത് കിട്ടാത്ത സ്ഥലത്ത് ആളുകൾ ആഗ്രഹിക്കുക. അതാണ് ലോകത്തിൻ്റെ ആമൂദാണ്. അതുപോലെ ഇത് സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് സൗഭാഗ്യവും സന്തോഷവും തരുന്ന ഒരു ആത്മാവ് കൂടിയാണെന്ത് ശരീഅത്ത്. അപ്പോൾ ഈ നിലക്കൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു കാര്യത്തെ അതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആളുകൾ ഇങ്ങനെ തട്ടിക്കളിക്കുമ്പോൾ അത് പരലോക വിജയം നഷ്ടപ്പെടുത്താനും ദുന്യാവിൽ അവർ യഥാർത്ഥ സമാധാനം എന്താണോ അത് കിട്ടാതിരിക്കാനും വലിയൊരു കാരണമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത്തരം വാർത്തകൾ കേട്ട് പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വിഷയത്തിലുണ്ടാകും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ശരീഅത്തിനെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഇപ്പം പല ആളുകളും ചോദിക്കും, ഇപ്പോൾ ഈ 6-ാം നൂറ്റാണ്ടിലുള്ള ശരീഅത്ത് ഇപ്പോൾ ഈ 20-ാം 21-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ പ്രായോഗികമാണോ, അതൊക്കെ അപ്രായോഗികമല്ല, അതൊക്കെ മാറ്റേണ്ടല്ലോ, തിരുത്തേണ്ടല്ലോ. ഇവിടെ നമ്മൾ ഈ ഏത് നൂറ്റാണ്ടിലാണ്, നമ്മളെ വളരെയധികം പുരോഗമിച്ച നൂറ്റാണ്ടിലാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ നൂറ്റാണ്ടിൽ നമ്മുടെ ഈ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ ശരീഅത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ സംരക്ഷണമാണ് ശരീഅത്ത്. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്ത് നൽകുന്ന പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സുരക്ഷിതത്വമാണല്ലോ. ഒരു സുരക്ഷിതത്വമാണ് ഭരണഘടന അല്ലെങ്കിൽ അവിടുത്തെ ശരീഅത്ത് നൽകുന്നത്. ഇപ്പോൾ ഇസ്ലാമിക ശരീഅത്ത് നിലവിലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ടോട്ടൽ ക്രൈംസ്, ഇപ്പോൾ അമേരിക്കയുടെയും അതിപ്പോൾ ഓരോ രാജ്യങ്ങൾ പുറത്തുവിട്ട ക്രൈമുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ നമുക്ക് ചാർട്ട് വേണമെങ്കിൽ ഇതിൽ കാണിക്കുകയാണെങ്കിൽ അതായത് ടോട്ടൽ ക്രൈമുകളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള ഇതിൻ്റെ കുറ്റകൃത്യങ്ങളുടെ 140 ഇരട്ടിയാണ് അമേരിക്കയിൽ. ഈ പ്രാകൃത നിയമമുള്ള നിയമം അവർ ആരോപിക്കുന്ന സൗദി അറേബ്യയിലുള്ള കുറ്റകൃത്യങ്ങൾ, അതെല്ലാ കുറ്റകൃത്യങ്ങളുമാകാം, അതിൻ്റെ 140 ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള പ്രത്യേകിച്ച് അമേരിക്കൻ രാജ്യങ്ങൾ. അമേരിക്കയിൽ പുരോഗതി പ്രാപിച്ചു വലിയ സാമ്രാജ്യത്തിൻ്റെ വലിയ ആളുകളെ നടിക്കുന്ന ആളുകൾ. ഇനി മാത്രമല്ല, ഇത് വേറെ ഒരുപാട് കണക്കുകൾ. ഇപ്പം നമുക്ക് ഈ കൊലപാതകത്തിൻ്റെ കണക്ക് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
കൊലപാതകമാണല്ലോ ഇപ്പോൾ ഒരു വിഷയം. വിഷയം സൗദി അറേബ്യയിൽ ഉള്ള കൊലപാതകത്തിൻ്റെ 49 ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലൊക്കെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും പിടിച്ചുപറികളും അതുപോലെ തന്നെ റേപ്പുകൾ, വ്യഭിചാരങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ എന്തുകൊണ്ട് കുറയുന്നു? അവിടെ ഈ പറയുന്ന പിന്നെ ഇവർ പറയുന്ന പോലെ 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ നിയമം യഥാർത്ഥത്തിൽ അത് ഏത് നൂറ്റാണ്ടിലേക്കും പറ്റിയതാണ് എന്നുള്ളതിൻ്റെ ഇസ്ലാമിക ശരീഅത്ത്, ആ ഇസ്ലാമിക ശരീഅത്ത് എവിടെ അപ്ലൈ ചെയ്യുന്നു അവിടെ മനുഷ്യന്മാർക്ക് അമ്നുണ്ടാവും. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവൻ 100 വട്ടം ആലോചിക്കും, വേണോ വേണ്ടേ. കാരണം സൗദി അറേബ്യ അടക്കമുള്ള രാജ്യത്തിൽ പോലും ഒരാൾക്കൊന്നും അല്ല, രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് പോലും ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും അവിടെ ശുപാർശ ഇല്ല. കൊല്ലാൻ വിധിക്കപ്പെട്ടാൽ ദിയ അവർ സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ തല വെട്ടുക എന്നുള്ളതാണ്. അത് അവിടെ അറബിയാണെങ്കിലും അറബികളെ കൊന്നിട്ട് അനർബികളും വധിക്കപ്പെട്ടിട്ടുണ്ട്. അനർബികൾ വധിച്ചതിന്റെ പേരിൽ അറബികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. രാജകുടുംബത്തിൽപ്പെട്ട ആളുകൾ വരെ വധിച്ചു. അതാണ് ഇസ്ലാമിക ശരീഅത്ത്. ആ ഒരു അമ്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ശരിക്കും ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ കാടത്തമാണ്, അനീതിയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. ഇപ്പം നേരത്തെ സലഫി സൂചിപ്പിച്ചല്ലോ, ഖാലി എന്താ വിധിക്കുക, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദിയ വാങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, അയാളുടെ പിന്നെ അധികാരികളായിട്ട് ഒരു 5 ആളുണ്ടെങ്കിൽ അതിൽ ഒരാള് മാപ്പ് കൊടുത്താൽ ശരിക്കും പലർക്കും മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ പിന്നെ അത് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഈ ഒരു ഖാദി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ അയാൾ യോജിക്കുമ്പോഴാണ് ആ വധശിക്ഷ നടപ്പിലാക്കപ്പെടുക. ഒന്ന്, ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ട, അതായത് മക്തൂലിൻ്റെ കൊല്ലപ്പെട്ടവൻ്റെ വലിയകൾ മുക്കല്ലഫായിരിക്കണം, പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള പക്വതയുള്ള ആളായിരിക്കും. അവിടെ ഒരു കാര്യം, ഒരു അനുഭവം പറയാം. ഞാൻ സൗദി അറേബ്യയിൽ കുറച്ചു കാലം ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ അവിടെ പിന്നെ ഒരു മലയാളിയായ സഹോദരൻ എന്ത് ചെയ്തു, ഒരാളെ കൊന്നു, അങ്ങനെ കേസിലായിരുന്നു. അപ്പോൾ അയാൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും ചോദിക്കും, ഇന്നൊന്ന് വെട്ടിക്കൊന്നാൽ എനിക്ക് സമാധാനമായല്ലോ എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാറുള്ളത്, അദ്ദേഹം കൊന്ന ഒരാളുണ്ട്, ഒരു മലയാളിയായ ഒരാൾ തന്നെയാണ്. അയാളുടെ കുട്ടികൾ ഈ കൊല നടക്കുന്ന സമയത്ത് മൈനറാണ്, ചെറിയ കുട്ടികളാണ്. ഇനി ആ കുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ആ ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അത് അയാളോട് കാണിക്കുന്ന കാരുണ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമത്തിലുള്ള ഒരു കാരുണ്യാണ്. ആ കുട്ടികൾ പ്രായപൂർത്തിയാകുന്ന ഒരു ലോങ് ടൈമുണ്ട്. ഏകദേശം എനിക്കൊന്നും ചെറിയ പ്രായത്തിലാണ് പിന്നെ കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ മരിക്കണത്. ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോൾ പക തീരാ, ദേഷ്യം കുറയാ. അപ്പൊ സ്വാഭാവികമായിട്ടും അറിവുകൾ, കാരണം വെച്ചാൽ ആ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികതല്ല. അപ്പോൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മാപ്പ് കൊടുക്കാനുള്ള, ഇപ്പോൾ ഒരു പിതാവിനെ കൊന്നൊരു പ്രതിയാണെങ്കിൽ ആ കുട്ടിക്ക് 2 മാസം പ്രായമാണെങ്കിൽ അയാൾക്ക് എത്രയാണ് ജീവിതം കിട്ടുന്നത്, ഒരുപാട് കാലം അയാൾ ജീവിതം കിട്ടുകയാണ്. മാത്രമല്ല ആ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥ. അപ്പോൾ അതും ഇസ്ലാമിക ശരീഅത്തിൽ അവിടെ രണ്ടാമത്തെ ഒരു നിയമം എന്താ വെച്ചാൽ, പിന്നെ ഈ മുക്കല്ലഫാകണമെന്ന് മാത്രമല്ല, ഈ വലിയകൾ ഉത്തിഫാഖുണ്ടാണ്, ഒരു പിതാവിനെ കൊന്ന പ്രതി അയാൾക്ക് വധശിക്ഷ വിധിക്കുന്ന പിതാവിന് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും പറയണം പറഞ്ഞാലോ ഇല്ല, കിട്ടൂല. അതവിടെ ദിയയിലൂടെ മറ്റും ഒരാൾ എതിര് പറഞ്ഞാൽ കൊല്ലാൻ പാടില്ല, വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റില്ല. അത്രയും വളരെ സങ്കീർണമായ ഒരു സംഗതി. മാത്രമല്ല മൂന്നാമത്തെ ഒരു കാര്യം, തൻ്റെ ഈ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ മറ്റൊരാൾക്ക് അതുകൊണ്ട് അതിക്രമമാണ്. ഇതുപോലെ ഇപ്പോൾ ഗർഭിണിയായ ഒരു പെണ്ണാണ്, ഒരു പെണ്ണിന് ഗർഭമുണ്ടെങ്കിൽ ആ ഗർഭിണിയായ പെണ്ണിന് ഒരിക്കലും വധശിക്ഷ വിധിക്കൂല. അവള് ഗർഭം പ്രസവിച്ച് മുലയൂട്ടൽ കഴിഞ്ഞതിന് ശേഷമേ ശിക്ഷ നടപ്പിലാക്കാൻ പാടുള്ളൂ. അങ്ങനെ വളരെ കാരുണ്യപൂർവ്വമുള്ള ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഈ കാടത്തെന്നുള്ള ഒരു പ്രാകൃത നിയമമൊക്കെ കേൾക്കുമ്പോഴേ ശരിക്ക് വിശ്വാസികളെ മനസ്സിൽ അള്ള പൂർത്തിയാക്കിയൊരു ദീനാണുള്ളത്. അതെ അതെ, അള്ള പൂർത്തിയാക്കിയ ദീന് അവസാനം വരെ ഉള്ളതാണ്. അതിത്തൊരു നിയമം എന്താവൂല, അതാവൂല. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇതിൽ മാതൃക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകൾ ഫാത്തിമ കട്ടാൽ വരെ എന്താ പറഞ്ഞത്, കൈമുറിക്കുന്നതാണ്. അപ്പൊ അത് അത്ര സൂക്ഷ്മതയോടെ പഠിപ്പിക്കപ്പെട്ടൊരു നിയമം എന്താവൂല, ഒരിക്കലും ഒരു അരോചകം ഉണ്ടാക്കണ അല്ലെങ്കിൽ അലസകം ഉണ്ടാക്കണ നിയമമായിട്ട് മാറില്ല. അത് ശരിക്കും വിവേകമില്ലാത്തതുകൊണ്ടാണ് അത്തരം വർത്തമാനങ്ങളൊക്കെ. നമുക്ക് ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ ആളുകൾ പഠിച്ചാൽ അവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള ഒരു അവസരമായി മാറും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരിക്കലും പ്രാകൃതമല്ല, അത് നീതിയുടെ നിയമമാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ആഴത്തിൽ അത് പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.